ഒരിടത്തൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അവന് വെള്ളം കോരാൻ 2 മൺകുടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ എന്നും ആ മൺകുടത്തിൽ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം അവൻ വെള്ളം കോരുന്നതിൻ്റെ ഇടയിൽ ഒരു മൺകുടത്തിന് വിള്ളലേറ്റു. എന്നാലും അവൻ അത് കളഞ്ഞില്ല. അവൻ ആ മൺകുടത്തിലും വെള്ളം കോരി. ഒരു ദിവസം ഈ പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിനെ പറഞ്ഞ് കളിയാക്കി. അയ്യേ, നിന്നെ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല. അധികം താമസിക്കാതെ കൃഷിക്കാരൻ നിന്നെ ദൂരത്തേക്ക് വലിച്ചെറിയും. ഇത് കേട്ടപ്പോൾ പൊട്ടിയ കുടത്തിന് വളരെ സങ്കടമായി. പൊട്ടിയ കുടം കൃഷിക്കാരനോട് പറഞ്ഞു, യജമാനനെ, നീ എന്തിനാണ് എൻ്റെ കുടത്തിലും വെള്ളം കോരുന്നത്? ഞാൻ വീട്ടിൽ വരുമ്പോൾ പകുതി വെള്ളവും പാഴാക്കി കളയുമല്ലേ. എന്നെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേറെ പുതിയ കുടം വാങ്ങിച്ചാലും. ഇത് കേട്ട് കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന്? നീ വഴിയിലേക്ക് നോക്കിക്കേ, എന്തോരം പച്ചക്കറികളും ചെടികളും പഴങ്ങളും ഒക്കെയാ. ഇതെല്ലാം നിന്റെ വിള്ളലേറ്റ ഭാഗത്തിൽ നിന്ന് വീണുപോയ വെള്ളം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്. ഇത് കേട്ട് പൊട്ടിയ കുടത്തിന് വളരെ സന്തോഷമായി. പൊട്ടാത്ത കുടം നാണിച്ച് തല കുനിച്ച് പൊട്ടിയ കുടത്തിനോട് പോയി ക്ഷമ ചോദിച്ചു. ഇതിൽ നാം എന്താണ് പഠിക്കുന്നത്? നാം ആരെയും കളിയാക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാം ദുഃഖിക്കാനും പാടില്ല. നമ്മുടെ കുറവുകളൊക്കെ നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. നന്ദി.